കോമ്പസ് മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും നിങ്ങൾക്കായി മോർണിംഗ് ഡിവോഷൻ നിത്യജീവ മൊഴികൾ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. നാളെയെക്കുറിച്ചോർത്ത് വിചാരപ്പെടുന്ന സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. തലമുറയുടെ ഭാവി എന്താകും എന്നോർത്ത് വിചാരപ്പെടുന്ന സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളുടെ മക്കളെക്കുറിച്ച് വിചാരമുണ്ട്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ചമയിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നിങ്ങൾ പുല്ലിനേക്കാൾ എത്രയോ വിശേഷതയുള്ളവരാണ്. നിങ്ങളുടെ മക്കൾ പുല്ലിനേക്കാൾ എത്രയോ വിശേഷതയുള്ളവരാണ്. പുല്ലിനെ ചമയിക്കുവാൻ ദൈവത്തിന് വിചാരമുണ്ടെങ്കിൽ, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നിങ്ങളെ, നിങ്ങളുടെ മക്കളെ അലങ്കരിക്കുവാൻ ദൈവത്തിന് വിചാരമില്ലേ? പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ്. പാഴും ശൂന്യവുമായി തീർന്ന ഭൂമിയെ വീണ്ടും ദൈവം ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ആ ശൂന്യതയുടെ നടുവിൽ ദൈവം ഒരു പണി ആരംഭിച്ചത് നിന്നെ ചമയ്ക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ ദൈവം ചില പണികൾ ചെയ്തത് നമ്മെ ചമയിക്കാൻ വേണ്ടിയാണ്. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എന്നിട്ട് പോലും ദൈവം അവയെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് പുലർത്തുന്നത്. വയലിലെ താമരയെ നോക്കുവിൻ. ദൈവം എത്ര മനോഹരമായിട്ടാണ് അതിനെ ചമയിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങളുടെ തലമുറയെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങൾക്ക് മാന്യമായൊരു ജോലി ലഭിക്കണമെന്ന് ദൈവത്തിന് വിചാരമുണ്ട്. നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന്, നിങ്ങൾ ഏറ്റവും മാന്യതയുള്ളവരാകണമെന്ന് ദൈവത്തിന് വിചാരമുണ്ട്. നിങ്ങളൊരു പിതാവാണെങ്കിൽ, നിങ്ങളൊരു മാതാവാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കണം, അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം, മാന്യതയുള്ളവളായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് നിങ്ങളോട് കരുണയുണ്ട്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അവന് വിചാരമുണ്ട്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ വിശ്വസിക്കുക, എനിക്കൊരു ദൈവമുണ്ട്. എന്നെക്കുറിച്ച് വിചാരപ്പെടുന്നൊരു പിതാവ് എനിക്കുണ്ട്. എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. ഇന്നത്തെ എൻ്റെ ശൂന്യതകളെ, എൻ്റെ അവസ്ഥകളെ, എൻ്റെ തലമുറയുടെ ഭാവിയെ കാണുന്ന ഒരു സ്വർഗം എനിക്കുണ്ട്. അവൻ എന്നെ ചമയിക്കാൻ പോവുകയാണ്. വയലിലെ പുല്ലിനേക്കാളും ഞാൻ വിശേഷതയുള്ളവനാണ്. ആകാശത്തിലെ പറവയേക്കാളും ഞാൻ വിശേഷതയുള്ളവനാണ്. അതേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണെന്ന് ഇന്ന് പകൽ ഞാൻ കാണാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം ജീവിക്കുന്നവനാണ്. അവൻ എനിക്ക് വേണ്ടി ഇടപെടുന്നവനാണ്. അവൻ എനിക്ക് വേണ്ടി പൊതുവഴികളെ തുറക്കുന്നവനാണ്. ഞാൻ എൻ്റെ ഭാരം എൻ്റെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവം നിങ്ങളെ എങ്ങനെയാണ് ചമയിക്കുന്നതെന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിന് എത്ര വിലയേറിയവരായിരുന്നു എന്ന്, എത്ര പ്രിയപ്പെട്ടവരായിരുന്നുവെന്ന് ഇന്ന് പകൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് അതെത്ര ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. നമ്മുടെ ദൈവം നമ്മെ അലങ്കരിക്കുന്നവനാണ്, നമ്മെ ചമയിക്കുന്നവനാണ്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനകൾക്കും
കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ലിങ്ക് ID ലഭ്യമാകുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.